സൂര്യ, നീ ഇത് എവിടുന്ന് വരുന്നു? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ആദ്യം ചോദിച്ചിട്ടുള്ള മറുപടി പറ. പോലീസ് സ്റ്റേഷനില്. എന്താ, ഇതല്ലേ അമ്മ പ്രതീക്ഷിച്ച ഉത്തരം? അതേടാ, ഇത് തന്നെയാ ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം. ഇനി പറ, എന്താ അവളുടെ ഉദ്ദേശം? അതെനിക്ക് അറിയില്ലമ്മേ. നെറുകേട് ആര് കാണിച്ചാലും അവള് തല്ലുമെന്ന് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്താമ്മേ, ശരിയല്ലേ? ആ അജയ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് അതിന്റെ ഇരട്ടിയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തുടങ്ങിയ ദേഷ്യത്തിലാ. സൂര്യ, ഇത് ഇങ്ങനെ ആയാൽ ശരിയാവില്ല. അമ്മ വെറുതെ ടെൻഷനൊന്നും ആവണ്ട. ഭാവന ഇപ്പൊ അവളുടെ വീട്ടിലുണ്ട്. ഭാവനെ അമ്മയ്ക്ക് അറിയാലോ. അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് അവൾ ചെയ്യൂ. എന്തായാലും ഇതെനിക്ക് അംഗീകരിക്കാനാവില്ല സൂര്യ. ഭാവന ഇനി അവിടെ നിർത്തണ്ട. നീ പോയി കൊണ്ടുവാ. അമ്മ ഒന്ന് സമാധാനപ്പെടമ്മേ. അവിടെ ഇപ്പൊ ആകെ ടെൻഷനില്ല. ഭാനുവിന്റെ പ്രശ്നത്തിന്റെ പേരില് ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത്. എന്തിന്റെ പേരിലായാലും ഭാവന ലോക്കപ്പിൽ കയറിയില്ലേ? എന്താ ഇനി അവള് കാണിക്കുന്നതൊക്കെ കണ്ടില്ലാന്ന് നടിക്കണോ? എന്നാലേ നിനക്ക് നിന്റെ കുഞ്ഞിനെ വല്ല ജയിലിലും പോയി കാണേണ്ടി വരും. എന്തായാലും ഭാവന ഇപ്പൊ അവളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ പ്രശ്നം? എന്നാ പിന്നെ അവൾക്ക് ഇവിടെ വന്ന് നിന്നാലെന്താ? ഭാവന വരും. നീ ഒന്ന് സമാധാനപ്പെടും. ഓ, എന്താണ് ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭാനുവിനെ ആ ജയിച്ച് ചതിക്കാൻ നോക്കിയതാണ് അച്ഛാ. അതുകൊണ്ടാ ഭാവന തല്ലുണ്ടാക്കിയത്. എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അച്ഛാ. അവളാണ് സൂര്യ പെൺകുട്ടി. പ്രതികരിക്കേണ്ടത് ആരുടെ മുന്നിലായാലും ഭാവന പ്രതികരിക്കും. ഇനി ഇതിന്റെ പിന്നിൽ എന്തായാലും നമ്മളത് കൈകാര്യം ചെയ്തല്ലേ പറ്റൂ. എന്ത് കഷ്ടം. ചേച്ചി, ആ വരട്ടെ. എനിക്ക് ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി. ഞാനൊരു പാപിയായി പോയി ചേച്ചി. എന്താടാ ഇത്? ഞാൻ പറയാനുള്ളതൊക്കെ നിന്നോട് പറഞ്ഞില്ലേ? ആര് നിന്നെ കുറ്റപ്പെടുത്തിയാലും ഞാനും സൂര്യൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ എന്റെ മനസ്സിപ്പോഴും നിന്ന് മുക്തി നേടിയിട്ടില്ല ചേച്ചി. അത്രയ്ക്ക് വിഷമം എനിക്കുണ്ട്. നീ നല്ല അന്തസ്സായിട്ടാണ് നിന്റെ ജോലി ചെയ്തത്. അതിൽ ഈ ചേച്ചിക്ക് അഭിമാനമേ ഉള്ളൂ. ഇതിന്റെ പേരിൽ ആരും നിന്നെ ഇവിടെ കുറ്റപ്പെടുത്തില്ല. ഞാൻ കുറ്റപ്പെടുത്തും. എന്നാ നിന്നോട് ഇവൻ ഇത് ചെയ്തതിന് ഞാൻ കുറ്റപ്പെടുത്തു തന്നെ. എന്താ അമ്മേ, തീരെ വിവരമില്ലാതെ സംസാരിക്കരുത്. ഭരത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അമ്മയ്ക്കറിയോ, ഭരത്തിന്റെ ചേച്ചി ആയതുകൊണ്ട് ഇന്നൊരാളും എന്നോട് അവിടെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. അപ്പോ നിയമം അനുവദിക്കുന്ന ആനുകൂല്യങ്ങള് നമുക്ക് കിട്ടുന്ന ഉറപ്പായില്ലേ അമ്മ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും സൂര്യം വേണ്ടേ ഇവനെ ആദ്യം കുറ്റപ്പെടുത്താൻ? ഞാൻ കുറ്റം ചെയ്തിട്ടാ എന്നെ ഇവൻ വന്ന് കസ്റ്റഡിയിലെടുത്തത്.
അമ്മ, ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വിശ്വാസമാവില്ല. ഇന്നൊരു ലേഡിയെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ടെന്നും ഞാൻ തന്നെ ഒപ്പം പോകണമെന്നും ACP എന്നോട് പറഞ്ഞപ്പോ സന്തോഷത്തോടെ ഞാൻ ഒപ്പം പോയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാ ആ ലേഡി ചേച്ചിയാണെന്ന് ഞാൻ അറിയുന്നത്. ഇന്നലെ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ചേച്ചി ഇങ്ങനെയൊരു കേസിൽ പ്രതിയാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അമ്മേ. അമ്മേ, ഇവൻ പറഞ്ഞ അമ്മ കേട്ടല്ലോ. ഇനി ഇതിന്റെ പേരില് ഇവിടെ ആരും ഇവനെ കുറ്റപ്പെടുത്തരുത്. നീ ചെല്ല. ആരുടെ മുമ്പിലും നട്ടല് വളയ്ക്കാനുള്ളതാവരുത് നിന്റെ ഈ ഉദ്യോഗം. ചിലപ്പോ ഈ ജോലിയിലുള്ള ഗൗരവം നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും ദൈവം നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യിപ്പിച്ചത്. ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. നീ എന്നും നീതിമാനായ ഒരു ഓഫീസറായിരിക്കും. നീ ചെല്ല, എല്ലാം മനസ്സിന്ന് കളയും. മനസ്സിലുള്ള ചിന്തകളെല്ലാം കളഞ്ഞിട്ട് ഭരത്തിനെ ഓർത്ത് അമ്മ അഭിമാനിക്കണം. ഇന്നവൻ എനിക്ക് നേരെ കണ്ണടച്ചിരുന്നെങ്കിൽ ഭാവിയിൽ എല്ലാവരും വെറുക്കുന്ന ഒരു ഓഫീസറായി അവൻ മാറുമായിരുന്നു. ഇവിടെ എനിക്കൊന്നും പറയാനില്ല. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുമില്ല. ചേച്ചി, ആ, എന്താ? എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ചേച്ചി. ഞാനും ചേച്ചിയുടെ കിടന്നോട്ടെ. ശരിക്കും നീ പേടിച്ചു പോയല്ലേ? ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി ഞാൻ. എനിക്കും പേടിയുണ്ടായിരുന്നു നീ വീണ്ടും എന്തെങ്കിലും അബദ്ധം കാണിക്കുമോന്ന്. ഇല്ല ചേച്ചി, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. നമ്മുടെ മനസ്സ് കൈവിടാൻ പാടില്ല മോളെ. വിട്ടാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ വരെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ ചിന്ത. പക്ഷെ ഇന്നതല്ല. അവനിനി എന്തൊക്കെ തെളിവും കൊണ്ട് വന്നാലും നമ്മൾ പതറാൻ പാടില്ല. അവനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലും നല്ലത് അമ്മ പറഞ്ഞതുപോലെ നിന്നെ നടുകടലിൽ കൊണ്ടുപോയി തള്ളുന്നതാ. എനിക്കും അങ്ങനെ ഒരു ബന്ധം വേണ്ട ചേച്ചി. സൂക്ഷിക്കണം മോളെ. അവന്റെ അടുത്ത നീക്കം എന്താ നമുക്ക് പറയാൻ പറ്റില്ല. ചേച്ചി എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് വേറെ ആരെയും പേടിയില്ല ചേച്ചി. ശരിക്കും ചേച്ചിയല്ല, ഞാനായിരുന്നു അവന്റെ വീട് കയറി തല്ലേണ്ടിയിരുന്നത്. എങ്കിലേ ചേച്ചി നിന്നെ അഭിനന്ദിക്കുമായിരുന്നു. വിട്ടേക്ക്. എല്ലാം ഒരു സ്വപ്നം പോലെ കണ്ടു മറന്നേക്ക്. ഒരാണിനും അടിമപ്പെടേണ്ടതല്ല പെണ്ണിന്റെ ജീവിതം. ഇനി നീ പഠിത്തത്തിൽ വേണം ശ്രദ്ധിക്കാൻ. എല്ലാം ശരിയാവും.